മുടി ഒന്ന് കൈകൊണ്ട് തൊട്ടാൽ തന്നെ കയ്യിൽ ഊരിപ്പോരാറുണ്ടോ? കൂടെ അലർജിയുടെ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന ആളാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അലർജിയുടെ ഭാഗമായിട്ട് അധികം ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. മൂക്കൊലിപ്പ്, തുമ്മല്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നല്ല മുടികൊഴിച്ചിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് തന്നെയാണ്. ഇങ്ങനെ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഹിസ്റ്റമിന്റെ റിലീസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഹിസ്റ്റമിന്റെ റിലീസ് അതായത് നമ്മുടെ ശരീരത്തിലുടനീളം ഈ ഒരു ഇൻഫ്ലമേഷൻ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. തലയോട്ടിയിലൊക്കെ ഉള്ള സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ അവിടെ ഹെയർ റൂട്ടൊക്കെ കുറച്ച് വീക്കായിട്ട് പോകാറുണ്ട്. സ്വാഭാവികമായിട്ടും ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ അപ്പോൾ നമ്മൾ പറയുന്ന സ്കാൽപ്പൊക്കെ കൂടുതലായിട്ട് ഡ്രൈ ആവാറുണ്ട്. പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ അലർജിയുള്ള ആളുകൾക്ക് നന്നായിട്ട് ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ കൂടുതലായിട്ട് തലയൊക്കെ ചൊറിയുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലാവാനും കൂടുതൽ ഹെയർ ഫോളിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അലർജി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വിട്ടുമാറാത്ത താരനും അതോടൊപ്പം തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഹെയർ ഫോൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അലർജി പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളെ വിറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുക. വിറ്റമിൻ ഡി നല്ല രീതിയിൽ കുറവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നല്ല വിറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് വളരെ ശക്തമായിട്ട് കാണാറുണ്ട്. ഈ വിറ്റമിൻ ഡി കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ സെറം ഫെറിറ്റിൻ ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അലർജിയോടൊപ്പം തന്നെ തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വിളർച്ചയൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ ഫോൾ വളരെ രൂക്ഷമായിട്ട് കാണാറുണ്ട്. ഈ അലർജി കാരണം ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഒരുപാട് പോഷകങ്ങൾ കുറവായിരിക്കും. ഇതൊക്കെ നമ്മളെ ഹെയർ ഫോൾ ഉണ്ടാവുന്ന ഒരു കാരണമായിട്ട് മാറാറുണ്ട്. എന്തുകൊണ്ട് ഈ ഹെയർ ഫോൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് മുടി കൊഴിയുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യൂ.